നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. മാസാചരണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ ചടങ്ങുകൾ നടന്നു. ആചാര്യൻ പെരിഞ്ചേരി മുരളീധരനെ ആദരിച്ചു. ദേവസ്വം ഓഫീസർ രാജേഷ് രാമായണ മാസാചരണത്തെക്കുറിച്ച് വിശദീകരിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ദിവസേന ഗണപതി ഹോമം, ഭഗവത് സേവ, അന്നദാനം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. കർക്കിടക മാസം മുഴുവനായിട്ട് ചിങ്ങ 1 വരെ. ചിങ്ങ 1-ന് ഗണപതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും തുടങ്ങിയ വിശേഷാൽ പരിപാടികളോടെ ചിങ്ങ 1-നാണ് നമ്മുടെ ഈ പരിപാടികൾ അവസാനിക്കുന്നത്. അതിനെല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പെരിഞ്ചേരി മുരളീധരൻ പാരായണത്തിന് നേതൃത്വം നൽകി. ആദ്യമായിട്ട് രാമായണത്തില്, അധ്യാത്മ രാമായണത്തിന്റെ തുടക്കത്തില് ശ്രീരാമ രാമ രാമ അങ്ങ് ജയിക്കട്ടെ, രാമ ജയിക്കട്ടെ, രാമ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ എന്ന് പറയുന്നു. എന്തിനാണ് രാമൻ ജയിക്കട്ടെ എന്ന് പറയാൻ, എന്തിനാണ് രാമൻ ജയിക്കട്ടെ എന്ന് പറയുന്നത് എന്നാണ്. ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ഫോട്ടോ നമ്മൾ പലതവണ പറഞ്ഞു. സനാതന ധർമ്മക്കാരുടെ സ്വാമിയെ, അയ്യപ്പോ, നെല്ലിക്കുളത്തിയമ്മയെ രക്ഷിക്കണമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വീട്ടിലെ പൂമുഖത്ത് ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോ വേണം. ഉപദേശക സമിതി സെക്രട്ടറി KP കേശവദാസ്, പ്രസിഡന്റ് ജ്യോതികുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന അന്നദാനത്തിനും തുടക്കമായി. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ താല്പര്യപ്രകാരം വർഷങ്ങളോളമായിട്ട് നടന്നു വരുന്ന രാമായണ പാരായണം ഈ വർഷവും നമ്മുടെ ആചാര്യൻ ബഹുമാനപ്പെട്ട പെരിഞ്ചേരി മുരളീധരൻ അവർ ഈ വർഷവും തുടരുന്നു. കാലാകാലങ്ങളിൽ അദ്ദേഹം തന്നെ ഈ പരിപാടി നടത്തി ഭംഗിയാക്കി തരണമെന്ന്. UTV ന്യൂസ്, പാലക്കാട്.